ഹലോ ഗൈസ്. അപ്പൊ ഇന്ന് നമ്മളൊരു അടിപൊളി ഗെയിമും കൊണ്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഗെയിമാണ് ഗെസ് ദ മൂവി. അതെ ഗൈസ്, നമ്മളപ്പം ഇവിടെ കുറെ ലോട്ടിനകത്ത് നമ്മുടെ മൂവി എഴുതി വെച്ചിട്ടുണ്ട്. വെറുതെ ഗൈസ് ചെയ്യാൻ പറ്റുന്നത് നമ്മളിവിടെ പേപ്പറും പേനയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് വരച്ച് കാണിക്കുക. അപ്പൊ ഞാൻ ഒരു മൂവി എടുക്കും, അത് ഞാൻ വരച്ച് ഇവനെ കാണിക്കും. ഇവനത് പറയണം. അടുത്ത ഇവന് അതുപോലെ തന്നെ ഒരെണ്ണം എടുക്കും, അവനത് എന്നെ കൊണ്ട് പറയിപ്പിക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ ഗെയിം. വളരെ സിമ്പിൾ ആണ്, പക്ഷേ എന്നാൽ പവർഫുൾ ആണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഫസ്റ്റ് റൗണ്ടിലേക്ക് കിടക്കാം. നമുക്ക് എത്ര റൗണ്ട് കളിച്ചു കൊടുക്കണം. അപ്പൊ നമുക്ക് ഒന്നിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഇനി ഷേക്ക് ചെയ്തിട്ട് തട്ടാൻ വേണേ, എന്നിട്ട് ഓരോന്ന് എടുത്തിട്ട് അവരുടെ ഇഷ്ടത്തിന് വരയ്ക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ ഫസ്റ്റ് എടുത്തോളൂ. എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഞാൻ എടുത്തു. ദൈവമേ, ഇവന് പറയാൻ പറ്റുന്നതായിരിക്കണേ. സൂപ്പർ ഗൈസ്, വണ്ടർഫുൾ ഗൈസ്. എനിക്ക് ഇനിയിപ്പോ നമുക്കിത് കാണിക്കാൻ ഞാൻ വരയ്ക്കാം ഗൈസ്. നിങ്ങൾ ഗസ് ചെയ്യണം ഗൈസ് എന്റെ വര കണ്ടിട്ട്. ഞാൻ അത്ര ഒരു കലാകാരിയാണ് ഗൈസ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വരച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ പേപ്പർ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മളിപ്പോ എടുത്തത് നമ്മൾ പിന്നെ ഉപയോഗിക്കത്തില്ല ഗൈസ്. അത് നമ്മൾ മാറ്റും കേട്ടോ. ഓക്കെ ഗൈസ്, പേപ്പർ എടുത്തോളൂ. ഇഷ്ടമുള്ള കളറൊക്കെ വെച്ച് വരയ്ക്കാൻ കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ വരയ്ക്കാൻ പോകട്ടോ. എനിക്ക് കിട്ടിയത് ഞാൻ വരയ്ക്കാം ഗൈസ്. എനിക്ക് കിട്ടിയത് നീ വരയ്ക്കും. ഇങ്ങനെ വെച്ച് വരയ്ക്കണം. ഇങ്ങനെ വെച്ചിട്ട് തിരിഞ്ഞ് വരയ്ക്കാം. അതെ, ഇങ്ങനെ ഇപ്പൊ കാണാൻ ഞാൻ പിങ്ക് കളറിലാണ് ഗൈസ് എന്റെ കലാഭവനെ എല്ലാരും തിരിച്ചറിയണം ഗൈസ്. കാണിക്കാൻ കേട്ടോ. ഞാൻ വരച്ചിപ്പോ കാണിക്കാതെ. ഞാൻ ഇത്ര വരച്ചിട്ടുണ്ട് കേട്ടോ. കാണാൻ പറ്റത്തില്ലല്ലേ. ഇത്രയും ബുദ്ധിക്കുണ്ടെങ്കിൽ ഗൈസ്, ഞാൻ വരച്ച് തീർന്നു ഗൈസ്. ഭയങ്കര കലാവിരുദ്ധ. ഞാൻ കാണുന്നൊന്നുമല്ല, ഇതിലല്ലോ കാര്യം ഗൈസ്. എന്ത് തോന്നുന്നു ഗൈസ്? ഇത് നിങ്ങളുടെ കലാവിരുദ്ധ വരച്ച് വരച്ച് തകർക്കുന്നു ഗൈസ്. മനസ്സിലായെന്ന് എനിക്കറിയാം നിങ്ങൾ മനസ്സിലായി കാണുന്നു. അപ്പൊ ഞാൻ കാണിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് ഞാൻ ഗസ് ചെയ്യട്ടെ. എനിക്ക് ഒറ്റയടിക്ക് തോന്നുന്നത് തീവണ്ടി. നീ നന്നായിട്ട് സൂക്ഷിച്ച് നോക്കും, അതെന്തുവാന്ന് നോക്ക്. ഇതെനിക്ക് കണ്ടിട്ട് തീവണ്ടി ആയിട്ട് യോഗാസനം. ഇത് കണ്ടിട്ട് എന്തോ തോന്നുന്നു. അത് മൊത്തം എന്തോന്ന് പറ, കിട്ടും. ഒരു വീട് മണ്ടോട്ട് പോകുന്ന താല്പര്യം. ആദ്യം ഇത് നോക്ക്. ഇതെന്തുവായിരിക്കും? ഇത് മനുഷ്യന്മാര്, വീട്, മനുഷ്യന്മാരല്ല, അത് മൊത്തം ഒരു സംഭവാ. നോക്കടാ എടാ, അത് ഇങ്ങനെ കൊറേ ആള് ചെയ്യുമ്പോ എന്തുവാ അത്? ഗ്രൂപ്പ്. നോ, അങ്ങനല്ല. ഇതിനകത്ത് ഒരാൾ എല്ലാരോടും ഒരുമ്പോ എന്തുവാവും? ഇത്രയും കുളു വന്ന് ഞാൻ കൊടുത്ത് വേറെ പേരുണ്ടല്ലോ ഇനി ഫാമിലി. അതെന്താ ചെയ്യണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നീ കണ്ണ് തുറന്ന് നോക്കാം അങ്ങോട്ട്. ഫാമിലി തലയും കുത്തി. എടാ, സിനിമ പേര് ആലോചിച്ച് നോക്ക്. നീ ഫാമിലി ആയിട്ട് ഒന്ന് സൂക്ഷിച്ച് നോക്ക്. ഫാലിമി. ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇത് കണ്ടോ? ഇവിടെ വീടും ഇവിടെ കുറെ മനുഷ്യന്മാർ. അതായത് ഇത് അച്ഛൻ, അമ്മ, 2 മക്കള്. അപ്പൊ ഇതൊരു ഫാമിലിയാ, വീട്. അതായത് ഞാൻ ഇങ്ങനെ ഇൻവേഴ്സ് ആയിട്ട് പഠിച്ചു സാറ താഴോട്ട്. അപ്പൊ ഇത് തല തിരിഞ്ഞിട്ട് വീട് ഇങ്ങനെ വന്നു. അപ്പൊ ഫാമിലി തിരിച്ചിട്ട് ഫാമിലിയാണ്. അപ്പൊ ഗൈസ്, ഇവൻ ഗസ് ചെയ്ത് ഭയങ്കര കറക്റ്റ് ആണ് ഗൈസ്. നമ്മള് വീട് തല തിരിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ വന്നിട്ടുണ്ട് ഗൈസ്. ഫാമിലിയാണ് ഗൈസ്. ഞാൻ വരച്ചത് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്തിട്ടുണ്ട്. തീവണ്ടി ആയിരുന്നു എനിക്ക്. നീ ഇതിന് തീവണ്ടിക്ക് സൂര്യനൊക്കെ വരച്ച് തീവണ്ടി അത് എനിക്ക് അറിഞ്ഞൂടെ? സൂര്യൻ പിന്നെ പകല് പോയൂടെ? തീവണ്ടി പകലേ പോത്തോളൂ. ഞാനാണെങ്കിൽ ചന്ദ്രനായിട്ട് കൂട്ടിക്കും. വണ്ടി വരച്ചത് എനിക്ക് കിട്ടിയത് തീവണ്ടിയാണ്. അപ്പൊ നമ്മൾ ഈ നോട്ട് നമുക്ക് അടുത്ത പേപ്പർ
എന്റെ കല ഞാൻ ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചോളാം ഗൈസ്. എന്റെ വീട്ടിൽ ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കും എന്റെ കലാവിരുത്. അടുത്ത ഞാൻ ഫസ്റ്റ് എടുക്കാൻ പോവുകയാണ്. ഈശ്വരൂ, നേരത്തെ പോലെ ഒന്നും എടുത്തോണ്ട് തന്നേക്കല്ലേ. നീ ചിന്തിക്കണോടാ. എനിക്ക് നല്ല സൂപ്പർ ആയിട്ട് പക്ഷെ പൊട്ടനത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. എനിക്കിത് ഇത് കൊള്ളത്തില്ല ഗൈസ്. ഇത് എന്തോ വരയ്ക്കും ഗൈസ്. എനിക്ക് കിട്ടി പക്ഷെ വരച്ചിരുമ്പോ അതങ്ങനെ എനിക്കറിയത്തില്ല. ഞാൻ എന്നത് ശ്രമിക്കാം ഗൈസ്. കളറ് ശരിയാവുന്നില്ല. കലാവിരുദ്ധം മനസ്സിന് വരുന്നു ഗൈസ്. എന്തൊരു വാക്കി നീ ഇതുവരെ മനസ്സിലായില്ലെങ്കിൽ നമുക്ക് നിന്നോട് വരച്ചു നോക്കാം. പൊട്ടനെ മനസ്സിലാക്കണം. നീ നല്ലതായിട്ട് മനസ്സിലാക്കണം കേട്ടോ. കേട്ടോ കേട്ടോ. ഞാൻ കലാവിരുദ്ധ വരച്ചോണ്ടിരിക്കുന്നു. ഡിസ്റ്റർബ് ചെയ്യരുത്. നിനക്കിത് മനസ്സിലായെങ്കിൽ നീ ഇത് നോക്കണം കേട്ടോ. ഞാൻ വരച്ചു കഴിഞ്ഞ കേട്ടോ. ഇവൻ ഇത് മനസ്സിലായില്ല, ഞാൻ ഉത്തരവാദിയല്ല. അയ്യോ വേണ്ട കൈസ്, ഞാൻ ഇതാട്ടാ വരച്ചിരിക്കുന്നത്. നീ കാണിക്കും. ഇനി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് വെച്ച് പറയാം. തെങ്ങീന്ന് തേങ്ങ വീണ് അത് നടക്കുന്നു. വണ്ടി നടക്കുമല്ലത്. കണ്ണു തുറന്നു നോക്ക്. ആരെ കണ്ടില്ല ഇങ്ങനെ പോന്ന് എന്തുവാ ഓടുന്നു. ആ ഇതെന്താണ് എടി ഇതെന്തുവാ? ഇതെന്ത് വരച്ചിരിക്കുന്നത്? ഇത് തെങ്ങ്. തെങ്ങീന്ന് തേങ്ങ വീണ്. തേങ്ങ വീണപ്പോ പടക്കം വീണപ്പോ വീട് കത്തി. വീട്ടിൽ നിന്ന് ഓല എടുത്തോണ്ട് ഓടി. എന്ത് സിനിമ? തെങ്ങ് വെച്ച സിനിമ. ഇത് തെങ്ങ് തന്നെയല്ലേ? തെങ്ങ് വെച്ചിട്ട് സിനിമ. കട്ടപ്പന ഋത്തിക് റോഷൻ പനയല്ലേ? കട്ടയില്ലല്ലേ? അവിടെ ബേബി ഒന്നും ഇല്ലല്ലേ? ഇതെന്ത്? ഇത് തെങ്ങ്. തേങ്ങ. തെങ്ങിന് വീണ തേങ്ങയാണല്ലോ. 2 പോയിന്റ്. 2 പോയിന്റ്. ആത്മോർക്കത കിട്ടും. നേരത്തെ ഇത് എടാ ഇത് എന്തൊരു ഇത് തെങ്ങ്. തേങ്ങ. ഇതെന്തോ ഇത് ബീഡിയോ? പാസ് വരണം. ഇവിടെ മഴ പെയ്യുന്നുണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ട്. സൗണ്ട് ഒക്കെ കാണണം. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നല്ല മഴ പെയ്യുന്നുണ്ട്. ഞാൻ കണ്ടുപിടിക്കട്ടെ. ഇത് തെങ്ങ്. തേങ്ങ. ഇത് മനുഷ്യൻ ഓടുന്നു. മനുഷ്യൻ ഓടുന്ന തേങ്ങ കട്ടുകൊണ്ട് ഓടി. കള്ളനോ? തൊണ്ടി മുതൽ ദൃക്സാക്ഷി. അല്ല വരുന്നുണ്ട്. അടുത്ത് പോ. തൊണ്ടി മുതൽ ദൃക്സാക്ഷി വെച്ചിട്ട് വരട്ട് കാഴ്ച എനിക്കൊന്നും കിട്ടുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടണ്ട. കള്ളൻ പത്രോസ്. കള്ളൻ വെച്ചിട്ട് ഞാൻ ആലോചിക്കട്ടെ. കള്ളൻ തേങ്ങ. കള്ളൻ ഇത് തേങ്ങ ഇല്ലേ എടുത്തോണ്ട് ഇതെന്ത് ആണോ? ഇതൊരു പേര്. ഇതൊരു പേരാ. ഇത് തേങ്ങ ആണോ? ഇത് ഇത്ര ഒന്നാ. അതിന്റെ നടുക്കൊരു വാക്കുണ്ട്. അത് വരയ്ക്കാൻ പറ്റത്തില്ല. അത് ചിന്തിക്കണം. ഇതെന്തെങ്കിലും മനസ്സിലാകുന്നില്ല. വരച്ചിരിക്കുന്നതെന്ന് പറ. കുപ്പിയോ? ആലോചിക്കുക. കരിക്കും വെള്ളം. അനുരാഗ കരിക്കും വെള്ളം. ഇത് തേങ്ങക്കകത്ത് വെള്ളം. കള്ളാന്നോ? നിങ്ങൾ ചിന്തിക്കൂ. ഇത് തെങ്ങിന്ന് തേങ്ങ വീണ് അതാണെങ്കിൽ കൊപ്രയാക്കി.
കുപ്പിക്കകത്ത് കൊപ്രയോ? കൊപ്ര എന്ന് പറഞ്ഞ വെളിച്ചെണ്ണ. കുപ്പിയിൽ വെളിച്ചെണ്ണ ആക്കി സിദ്ധ വരയ്ക്കാൻ പറ്റുള്ളൂ. കുപ്ര സിദ്ധ ഈ സിദ്ധയൊക്കെ കുപ്ര എവിടെ കിടക്കുന്നു? കൊപ്ര എവിടെ കിടക്കുന്നു? കൊപ്ര രണ്ടാ. കുപ്ര എങ്ങനെ വരയ്ക്കും? അതുകൊണ്ട് കൊപ്ര ആക്കി. കുറച്ചും കൂടെ മനസ്സിലാവാൻ വേണ്ടി കുപ്പിയാണ് കൊടുത്ത്. കുപ്പി വരച്ചിട്ട് ഞാൻ കൊപ്ര എന്ന് വാങ്ങി. തേങ്ങ കൊപ്രയല്ലേ ഉണക്കിയ. ഞാൻ ഇപ്പൊ കുപ്പി വരച്ചപ്പോ ഞാൻ വെച്ച പടക്കം എന്ന് വെച്ചാൽ തെങ്ങോല, ഇനി ഓലപ്പടക്കം വല്ലോ വരച്ച് തെങ്ങ് ഓല തേങ്ങയൊക്കെ. ഇത് കള്ളൻ കള്ളനാന്ന് എനിക്ക് മനസ്സിലായി. ഒരു കുപ്ര പറയൂ. സിദ്ധ ഞാൻ എങ്ങനെ വരയ്ക്കും? ഗൈസ് 2 പോയിന്റ് മുട്ട അല്ല 1 മുട്ട. ഓക്കെ, നമുക്ക് അടുത്ത റോഡിലേക്ക് പോയി. ഞാൻ വരയ്ക്കുന്ന സിമ്പിൾ ആയിട്ട് വരച്ചു കൊടുക്കാം, അവന് പറയാൻ പറ്റുന്ന രീതിയിൽ. ഇനി തരാം എടുന്നി ഞാൻ എടുക്കാൻ പോയിട്ട് ഗൈസ്. എനിക്ക് ഇവന് വീണ്ടും സിമ്പിൾ കിട്ടി. ഞാൻ എന്തിനാ എത്ര സിമ്പിൾ ആയിട്ട് വരച്ചെടുക്കുന്നത്? എനിക്ക് കിട്ടിയത് എനിക്ക് സിമ്പിൾ ആണ് കിട്ടിയത്. എഴുതാവോ? എഴുതാനൊന്നും പറ്റില്ല, ഒരു അക്ഷരം പോലും അതിൽ എഴുതരുത്. നിങ്ങൾ നോക്ക്, ഇത്ര സിമ്പിൾ ആയിരുന്നു. നോക്ക് എന്താണ് വീട് കാണാൻ പറ്റുന്നുണ്ടോ? സിമ്പിൾ ആയിട്ട് ഞാൻ വരച്ചു. ഇത്രേ ഉള്ളു വരയ്ക്കാൻ. നീ വരയ്ക്കും പെട്ടെന്ന്. നീ വരയ്ക്കുന്നു പെട്ടെന്ന്. സമയം വെക്കണ്ടായിരുന്നു. ഇത്ര സമയത്തിനൊന്നും പറ്റത്തില്ല. അയ്യോ, ഞാൻ തന്നെ പറയണോ? കുട്ടിയോ? കുട്ടിച്ചാത്തനോ? ഇത് കുട്ടിയാണോ? മനുഷ്യൻ എന്തൊക്കെ ഉണ്ടല്ലോ. മനുഷ്യൻ തലയുണ്ട്, മനുഷ്യൻ കാല്, അവർക്ക് മെയിൻ ആയിട്ട് തലമുടി. അല്ല, ഇതെന്തോ സിമ്പിൾ ആയിട്ട് അവന് പറയാൻ പറ്റുന്നേ. ഞാൻ അത് സൂപ്പർ ആയിട്ട് വരച്ചും കൊടുത്തു. ഇവന് വരയ്ക്കാനും അറിയത്തില്ല. ഇതൊക്കെ 2 കാലും കൈ വരച്ചിട്ട് ഞാൻ എന്താ പറയാനാ? ഇത് മനുഷ്യന് ഞാൻ ആലോചിക്കിട്ട് ഹൃദയം. ഇവരെ വിളിക്കൂല. അതെന്തുവാ? ഇവരെ വിളിക്കും മനുഷ്യൻ, മാൻ. അതിനൊരു പേര്. പീപ്പിൾ. അതിനൊരു പേര്. പീപ്പിൾ എന്ന് പറയുന്ന എന്തോ പറയുമ്പോഴാണല്ലോ പീപ്പിൾ. ഹ്യൂമൻ. ജനം, വനം. അജ നിന്റെ എന്തുവാ? എന്റെയോ? എന്തുവാ? അല്ല, എല്ലാവർക്കും ചോദിക്കും എന്തുവാ. ഒരാളെ അറിയാത്തവരെ കാണും, ഫസ്റ്റ് എന്തോ ചോദിക്കും. ആരാ? പിന്നെന്തോ ചോദിക്കും. എവിടുന്നാ? വേറെന്തോ ചോദിക്കും. സുഖമാണോ? അത് മാത്രം പറയത്തില്ല. വേറെ ഫസ്റ്റ് കാണുമ്പോ ഞാൻ ആദ്യം കാണുന്ന അറിയാത്തവരടുത്ത് ഞാൻ മിണ്ടാൻ പോകത്തില്ല. പിന്നെ എന്തെങ്കിലും ചോദിക്കും. എന്റെ എന്തോ മറന്നുപോയി. അപ്പൊ ചോദിക്കുവേ എന്തുവാ? കണ്ടോ എന്റത്? എന്റത് എന്തുവാ? നിന്റെ തല. ഇത് പറയാനൊന്നും അറിയത്തില്ല ഗൈസ്. ഇത് 2 മനുഷ്യനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ഞാൻ ആലോചിക്കട്ടെന്ന്. ക്വസ്റ്റ്യൻ മാർക്കിന് വേറെ എന്തൊക്കെ ചിന്തിക്കാം? എന്താണ്? വേറെ എവിടുന്ന? ഏത്? ആരാ? എന്താണ്? എങ്ങനെ? ഇത്രയൊക്കെ മാത്രം എന്നെ ഒന്ന് വരച്ചു തരണേ. ആൻസർ ഒന്ന് വരച്ചു തരണേ. പേരറിയാത്ത ഒന്ന് വരച്ചു കാണി. പേരറിയാത്തവൻ വരച്ചു കാണി ഗൈസ്. ഒരു മനുഷ്യനെ വരയ്ക്കണം. എന്നിട്ട് ഇവിടെ ഇതിടണം. എന്നിട്ട് ഇവൻ ആരാന്ന് ഇവന് അറിയത്തില്ല. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. അപ്പൊ അവന്റെ തലയിൽ ഇവന് പേരില്ല എന്ന് മനസ്സിലാക്കിക്കൂടെ ഗൈസ്? അത് തന്നെയല്ലേ ഗൈസ് ഞാനും വരച്ചത്. അറിയാത്തവർ വെറുതെ പറയുമ്പോ പ്ലൂറൽ അല്ലേ ഗൈസ്, സിംഗുലർ അല്ലല്ലോ. അപ്പൊ സിംഗുലർ പറയുമ്പോ 2 പേര്. അതുകൊണ്ട് ഞാൻ 2 പേരെ വരച്ച് 2 ക്വസ്റ്റ്യൻ മാർക്കും കൊടുത്ത്. ഇവർ 2 പേർക്ക് കോമൺ ആയിട്ടുള്ളത് എന്തുവാ? പേരാണോ? 2 പേർക്ക് കോമൺ ആയിട്ട് പേര് മാത്രമല്ല.
ഇവൻ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുന്ന ഇവന്റെ മാർക്കുകളെ അത് മതി ഗൈസ്. നിങ്ങൾ തീരുമാനിക്കുക ഗൈസ്. ഓക്കേ ആർക്ക് മാർക്ക് കൊടുക്കണം? എനിക്ക് എനിക്കൊരു ഐഡിയ വേണം, പക്ഷെ ഇവന് എനിക്കറിയില്ല പറയുമെന്ന്. നോക്കട്ടെ, പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് എന്തോ വരയ്ക്കാനാ ഗൈസ്. കിട്ടി. ഞാൻ വരച്ചു സിമ്പിൾ കുട്ടിച്ചാത്തൻ. ഞാൻ വരച്ചിട്ടുണ്ട്. മണി 1000. ഇത് മണിയാണ്. മണി ചിത്രം മണി 1000. ഒരു സ്ഥലമുണ്ട്, അത് വരയ്ക്കാൻ പറ്റത്തില്ല. അതിന്റെ ഇടയിലുള്ളത് മണി മണിയായ സ്ഥലത്തിന്റെ ഫ്രണ്ടിലുള്ളതാണ്. അത് ചേർത്ത് വായിക്കാൻ സ്ഥലം. ചിന്താമണി കൊലക്കേസ്. ആ സ്ഥലത്തിന് എന്തുവാ ആദ്യം ഇത്. ഇനി ഇത് നോക്ക്. ഇതെന്താ ആകാശമാണോ? നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി. ഇതൊക്കെ എപ്പോഴാ വരുന്നേ? ഇവ എനിക്ക് വായിച്ചത്. ഇതൊക്കെ എപ്പോഴാ വരുന്നേ? ഇതൊക്കെ എപ്പം വരും? ഇത് നോക്കട്ടെ. രാത്രിയില് 1000 ആണോ ഇത്? 1000. ഇതെന്തോടാ? ശൂലവോ? ആരാ വെക്കുന്നേ? ശിവൻ. ശിവരാത്രി. അങ്ങനെ പേരെന്തായിരുന്നു? ആരുടെ? കുട്ടൻപിള്ളയുടെ ശിവരാത്രി. ഇത് ഈ കുട്ടൻപിള്ളക്ക് എവിടെ മണി? ഇത് ശിവരാത്രി അല്ലേ? ഇത് രണ്ടും എന്തുവാ? മണി 1000. മണി 1000 ആണോ ഇത്? 1000. 1000. 3 0. 1000 എന്ന് വെച്ചാൽ മണായിരം. മണി എനിക്കിതൊന്നും മനസ്സിലാകും. മണി 1000 ആണോ? മണി 1000 കൂടെ അങ്ങനെ വായിക്കും. ബെല്ലായിരം. അതിന്റെ ഇടയിൽ മണി വേറെ 1000 വേറെ. ചിന്താമണി സ്ഥലമാണോ? തിരുവനന്തപുരം കൊല്ലം അങ്ങനെയുള്ളതാണോ? ഉഗ്രാമോ? മണി എന്തൊരു മണിയാണ്? മണി എന്റെ വേറൊരു വാക്ക്. മണി 1000 വേറെ. 1000 ഒരു വാക്കാണോ? ഞങ്ങൾ സിനിമ കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല. ഞാൻ ഇപ്പം തന്നെ കേൾക്കുന്നതന്നെ. വായിച്ചെടുക്കുന്ന ഞാൻ തമ്മിൽ ഞാൻ ഇപ്പൊ കേൾക്കുന്ന സിനിമയാണ്. ഇതെന്താ? ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല. ചന്തയോ? അല്ല, മാർക്കറ്റ്. 1000 കുഞ്ഞിന് അങ്ങനത്തെ ഒരു എന്തോ ഉണ്ടല്ലോ. എന്താ ഈ മണി എവിടെ പോയി? മണിക്ക് ഞാൻ ആദ്യം എന്തെങ്കിലും വേണമെങ്കിൽ മണി എഴുതാൻ പറ്റൂ. മണി 1000. എവിടെ പോയി സാധനം? പോയി നീ എനിക്ക് പാസ്. മണിമഞ്ചൂരിലെയോ? മണിമത്തൂരിലെ 1000 ശിവരാത്രി. മണിമത്തൂരിലെ ഇത് സിമ്പിൾ ആണ്. ഇതുപോലെ ആര് ചെയ്ത ഇതെന്താന്ന് വെച്ചാല് കുട്ടിച്ചാത്തൻ. ഇത് കൊച്ചിനൊരു വള്ളി ഇടുമ്പോ കൊച്ചി. ഇതിങ്ങനെ ക്രൗൺ വെച്ച രാജാവ്, കൊച്ചി രാജാവ്. ഞാൻ കൊച്ചിന് വള്ളി വരെ ഇട്ട് കൊച്ചിന്ന് വായിക്കാൻ അറിയത്തില്ല. ബ്രാക്കറ്റ് ഇട്ടേന്ന് കൊച്ചിന്. കൊച്ചിന് ബ്രാക്കറ്റ് ഇട്ടു. ഇപ്പുറത്ത് ഒരു വള്ളി ഇപ്പുറത്ത് ഒരു വള്ളി. എന്തോ വിചാരിക്കും ബ്രാക്കറ്റ് ആണല്ലേ വിചാരിക്കും. ഇവിടെ എന്തിനു പിന്നെ വരച്ചു? ഞാൻ കണ്ടപ്പോ ഞാൻ സ്പൈക്ക് വെച്ചാണ് ഇത്ര ബുദ്ധിപരമായിട്ട് വരച്ചിട്ട്. നോക്കൂ, 2 അക്ഷരം എഴുതുന്നതിന് ഭേദം ഞാൻ വരച്ചത്. മണിക്ക് മുന്നേന്നാ. മണിക്ക് മുന്നേ മത്തൂരിലെ മണി എന്നല്ല, മണിമത്തൂരില്ല. ഇനി അടുത്ത് വരയ്ക്കട്ടെ. നമ്മുടെ ലാസ്റ്റ് റൗണ്ട് ആണ് ഗൈസ്. ഈ അടിയല്ല ലാസ്റ്റ് റൗണ്ട് ആണ് ഗൈസ്. നമുക്ക് ഇതോടുകൂടി നമ്മൾ നിർത്തുകയാണ് ഗൈസ്.
സിമ്പിൾ സാർ. സിമ്പിൾ ആണ് guys കിട്ടുന്നത്. സൈക്കിള് ഗൈസ് പറഞ്ഞു ഗൈസ്. നോക്ക് ഇങ്ങോട്ട് കണ്ണുറന്ന് പടി. ഫിഷ്. ഫിഷിന്റെ പേര് പറ. ഗോൾഡ് ഫിഷ്. വേറെ ഉണ്ട്. മത്സ്യം. കൊടുത്തേ. മീൻ. ഒരു പ്രോപ്പർ നെയിമാ. സ്രാവ്. ഈ കൂടയിലിടുന്നത് സ്രാവിനെ പിടിച്ച് കൊടത്തി ഇടും. ഫൈറ്റർ. ഗപ്പി. എടാ, ഗപ്പി ഇങ്ങനെ guys. വിളിച്ച് പറയാതെ. നീ fighter ന്ന് ചിരി ഗപ്പി guys. Guys, അപ്പൊ ഗപ്പി ഞങ്ങൾ guys. രണ്ടുപേരും ഇപ്രാവശ്യം ജയിച്ചു guys. Yeah. നിങ്ങൾ തന്നെ പറയണത് ആരാ ജയിച്ചത്? അപ്പൊ guys, ഒരു നിലപാടുമില്ല. അതെ ഗൈസ്, കാരണം ഞങ്ങൾ ആരാ പറയുമ്പോ ശരി കൊടുക്കണ്ട, ആർക്കും അറിയത്തില്ല. രണ്ടിനും കൂടി പണി കൊടുക്കണം. അപ്പൊ നിങ്ങളാണ് guys. അപ്പം നിങ്ങൾ മറുപടി നമ്മൾ ഗിഫ്റ്റ് കൊടുത്തിരിക്കും. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ചലഞ്ച് ഇവിടെ തീരുകയാണ് ഗൈസ്. ഭയങ്കര സൂപ്പർ ചലഞ്ച് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം. പുതിയൊരു വീഡിയോ കാണുന്നത് വരേക്കും